അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ തന്ന വലിയൊരു സമ്പത്താണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ. ആ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ച് കാണുവാൻ ഏറെ ആഗ്രഹിക്കുന്നവരാണ് ഓരോ രക്ഷിതാക്കളും. മക്കൾ നല്ല ഉന്നതമായ വിദ്യാഭ്യാസം നേടി വലിയ നിലയിൽ എത്തിക്കാണുമ്പോൾ രക്ഷിതാക്കൾക്ക് അവരെ കൊണ്ട് ഉപകാരമുണ്ടാകണം. അതിന് ചെറുപ്പം മുതലേ നാം പരിശീലിക്കേണ്ട, അവരുടെ ഉന്നമനത്തിനായി നാം പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതായ ദീനിയായ നിലക്കുള്ളതായ പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടാവൽ അനിവാര്യമാണ്. മഹാന്മാർ പഠിപ്പിച്ചു തന്നതായ 2 ദിക്റുകളാണ് നാം ജീവിതത്തിൽ പതിവാക്കിയാൽ വലിയ നേട്ടമാണ്. മക്കളുടെ വിജയ സാധ്യതക്കും ചെറുപ്പത്തിൽ അവരിൽ ഉണ്ടാകുന്ന വാശി, അതുപോലെ തന്നെ പ്രയാസങ്ങൾ, മടി, അതുപോലെ തന്നെ മക്കൾക്ക് പഠനത്തോടോ മറ്റുള്ളതായ ജീവിത മേഖലയോടോ തൽപരത കുറയുക എന്നീ വിഷയങ്ങളൊക്കെ ആസ്പദമാക്കി അതിൽ നിന്നുള്ള ഒരു പരിഹാരം, അത്തരത്തിലുള്ളതായ പ്രയാസങ്ങളിൽ നിന്നുള്ള പരിഹാരം മഹാന്മാർ നമുക്ക് കാണിച്ചു തരികയാണ്. നാം ഈ ഇസ്മ യാ മുത്തക്കബ്ബിറു യാ അല്ലാഹ്, യാ മുത്തക്കബ്ബിറു യാ അല്ലാഹ് എന്ന ആ ഇസ്മിനെ ഒരാൾ 662 തവണ ഓതുക. വളരെ സഹിലായ എളുപ്പമുള്ളൊരു ദിക്റാണ്. ദിവസവും യാ മുത്തക്കബ്ബിറു യാ അല്ലാഹ് എന്നും അതുപോലെ യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ആ ഇസ്മിനെ 129 തവണ ചൊല്ലുക. എപ്പോഴാണ് നാം ഇത് ചൊല്ലേണ്ടത്? രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പേയായി രക്ഷിതാക്കളാകുന്ന നമ്മൾ എന്ത് ചെയ്യുക? ചൊല്ലുക. ചൊല്ലിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് മന്ത്രിച്ചൂതി, ഇഷ്വി എന്ന് മന്ത്രിച്ചൂതി ആ വെള്ളം മക്കൾക്ക് കുടിക്കാൻ കൊടുത്താൽ കുട്ടികളിലുള്ളതായ മടിയും അലസതയും പിടിവാശിയും അതുപോലെ അനുസരണമില്ലായ്മയും അങ്ങനെ തുടങ്ങിയായ കുട്ടികളുടെ ജീവിത ശൈലിയെ മാറ്റം വരുത്തുന്ന വൈകല്യങ്ങളെ ഒക്കെ മാറ്റാൻ ഈ 2 ഇസ്മുകളെ കൊണ്ട് കഴിയുമെന്നുള്ളത് മഹാന്മാർ നമുക്ക് കാണിച്ചു തന്നതാണ്. എല്ലാവരും പതിവാക്കുക. മക്കളുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുക. അവർക്ക് നല്ലൊരു ഭാവി ജീവിതമുണ്ടായി സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കാനും ദുനിയാവും ആഖിറവും മാതാപിതാക്കളും മക്കളും രക്ഷപ്പെടുന്ന രീതിയിലുള്ളതായ ജീവിതം മാറ്റാനും നാം എല്ലാവരും പ്രയത്നിക്കുക. അതിനായി പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും തന്നനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.